എല്ലാ ദുഃഖങ്ങളും മാറി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തു വരുമ്പം ഈ ഭൂതങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ ചെരുപ്പ് ഭഗവാൻ കളയിക്കുന്നത്. ഇനി അവർ ധർമാത്മാവായി, ഇനി അവർ ഭൂതത്തിൻ്റെയും ഭാവയുടെയും കൂടെ ഉണ്ടാവരുത്, അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്നാൽ അവരോ ആ ചെരുപ്പ് പോകുന്നതോടെ 4 ശാപം ശപിച്ചിട്ടാണ് പോകുന്നത്. കഴിഞ്ഞില്ലേ? ഭഗവാൻ അവരുടെ ചെരുപ്പ് മാറ്റാനുള്ളൊരു കാരണം ഇനി ഒരിക്കലും അവർ മനസ്സിലായില്ല, ഇനിയും പഴയ ചിന്തകളിൽ അവരുടെ മനസ്സൊരിക്കലും പോകരുത്. അതിനുവേണ്ടി കൽപ്പിച്ചുകൂടി മാറ്റുകയാണ്. സമ്മതിക്കില്ല അവർ. പുതിയ ചെരുപ്പിട്ടിട്ട് കാണിച്ചു തരാന്ന്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് കുറച്ച് ഇത്തിരി എക്സാഗ്രേഷൻ ആണെങ്കിൽ തിരിച്ചറിയും. നാം എന്തു ചെയ്യണമെന്ന് ഭഗവാൻ പറയണത് ഒരൊറ്റ അത്രേ വേണ്ടു. അതുകൊണ്ട് ഭഗവാനെ യസ്യാമലം ദിവ്യശ പ്രതിതം രസായാം ഭൂമോച്ചതേ ഭുവനമംഗള ദിഗ്ഗിദാനം മന്ദാകിനീ ദിവിഭോഗവതീരി ചാധോ ഗംഗേതി ജയഹരണാംബു പുനാദിവിശ്വം. ഭഗവാന്റെ പാദത്തിൽ നിന്ന് വന്നിരിക്കുന്ന തീർത്ഥമാണ് ഏത്? ഗംഗ. പാദം കഴുകിയ വെള്ളം. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ തേജസ് നിറഞ്ഞതാണ്. ആ ഭാഗവതത്തിലൂടെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാന്റെ പാദത്തെ തന്നെ നമുക്ക് പിടിക്കാൻ സാധിച്ചാൽ പിന്നെ പുനാദി പരിശുദ്ധരാവാതിരിക്കൂ. അപ്പം നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ശക്തി എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറമേ അന്വേഷിച്ച് പോകണ്ട, നമ്മളിലേക്ക് തന്നെ തിരിയൂ. ഈ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുബന്ധങ്ങളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? നമുക്ക് തന്നെ സാധിക്കും. ഇത്തിരി വിവേകത്തോടുകൂടി നാം ജീവിക്കണമെന്ന് മാത്രം. എന്നിട്ട് പറഞ്ഞു ഭഗവാൻ ഉദ്ധവരുടെ മുഖത്തേക്ക് നോക്കി. ഉദ്ധവരെ, ക്രൈസിസാണിപ്പോൾ. എന്താ ക്രൈസിസ്? അങ്ങോര് പറയുന്നു ജരാസന്ധനെ തോൽപ്പിച്ച് രാജാക്കന്മാരെ മുക്തമാക്കണമെന്ന്. ഇവിടെ നാരദ മഹർഷി പറയുന്നു എങ്ങോട്ട് പോകണം? ധർമ്മപുത്രൻ്റെ രാജസൂയത്തിൽ പോയി പൂജിതനാവണമെന്ന്. ഏതാ ഉദ്ധവരെ ഞാൻ ചെയ്യേണ്ടത്? ഭഗവാൻ ആരോട് കൺസൾട്ട് ചെയ്തു? ഉദ്ധവരോട്. എന്തിനാ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇങ്ങനെ ചോദിക്കാൻ കാരണം അവിടെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു പറയാണ്. ചിലവർ പറഞ്ഞു ഭഗവാനെ ജരാസന്ധനെ തോൽപ്പിച്ച പാവങ്ങളിൽ നിന്ന് മുക്തമാക്കുമെന്ന്. ചിലർ പറഞ്ഞു അങ്ങനെയല്ല, ബന്ധുക്കളുടെ അടുത്തേക്കല്ലേ പോകേണ്ടത്. ഭഗവാൻ ആ തർക്കത്തിനൊന്നും കൂട്ടുനിന്നില്ല. ഭഗവാൻ ഉദ്ധവരുടെ മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് ഉദ്ധവർ പറയാണ് ഭഗവാനെ ത്വം ഹിന പരമം ചക്ഷുസുകൾ മന്ത്രാർത്ഥതത്വവിൽ തത്രാത്രഭൂഹ്യനുഷ്ഠേയം ശ്രദ്ധമക്കരവാമതിൽ ഇത്യുപാമന്ത്രിതോ ഭർത്താം സർവജ്ഞേനാവിമുഗ്ധവൽ നിദേശം ശിരസാധായ ഉദ്ധവ പ്രത്യഭാഷതാം. പരമം ചക്ഷു. ഉദ്ധവർക്കും അറിയാം ഭഗവാൻ എന്നോട് ചോദിക്കുന്നത് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഭഗവാൻ എന്നെ ഒന്ന് പരീക്ഷിക്കുകയാണ്, എനിക്ക് എത്രത്തോളം ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ മഹത്വം ഈ യാദവന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഭഗവാൻ ഇത് ചോദിച്ചതെന്ന് ഉദ്ധവർ പറയുന്നു. ഭഗവാനെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യദുക്തം ഋഷിനാദേവസാജിവ്യം യക്ഷതസ്തയാം കാര്യം വൈദുഷസേയസ്യ രക്ഷാചരണീഷിണം യസ്തവ്യം രാജസൂയേന ദിക്ചക്രജേനാ വിഭോ അതോ ജരാസുതജയ ഉഭയാർത്ഥോ മതോ മമാം. ഭഗവാനെ, നാരദ മഹർഷി പറഞ്ഞ പ്രകാരം അവിടുന്ന് രാജസൂയ യാഗത്തിലേക്ക് പോകണം. അതെന്തിനാണത്? രാജസൂയത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ദിഗ്വിജയം. ആ ദിഗ്വിജയത്തിലൂടെ വേണം ആരെ തോൽപ്പിക്കാൻ? അതും അങ്ങയ്ക്കറിയാം. അങ്ങയ്ക്ക് ഒരിക്കലും ജരാസന്ധനെ കൊല്ലാൻ സാധ്യമല്ലെന്ന്. അത് ഭീമസേനൻ്റെ കയ്യിലൂടെ വേണം, പക്ഷെ അങ്ങയുടെ സാന്നിധ്യവും വേണം. ഇതൊക്കെ അങ്ങയ്ക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു വെടിക്ക് 2 പക്ഷി. അതുകൊണ്ട് ഭഗവാനെ സവൈ ദുർവിഷഹോ രാജ നാഗായുധ സമോഫലേ ഫലിനാമപി ചാന്യേഷം ഭീമം സമബലം വിന. അവിടുന്ന് അവിടെ പോയി ശക്തനായിരിക്കുന്ന ഭീമസേനനെയും കൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എങ്ങനെ പോകണം? ബ്രഹ്മവേഷധരോ, അതും പറഞ്ഞു കൊടുത്തു. എങ്ങനെ വേണം? ബ്രാഹ്മണ വേഷം കെട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പറഞ്ഞ സമയത്ത് ഭഗവാൻ അവിടുന്ന് പോകാൻ നിശ്ചയിക്കുകയാണ്. ഇതി ഉദ്ധവജവജോ രാജൻ സർവത്രോ ഭദ്രമച്യുതം ദേവർഷി യത് വൃദ്ധാംശ കൃഷ്ണശ്ച പ്രത്യഭൂജയൻ. അങ്ങനെ ഭഗവാൻ അവരുടെ ആദരവൊക്കെ സ്വീകരിച്ച് നാരദ മഹർഷിക്ക് പൂജിച്ചതിന് ശേഷം പിന്നീട് ഭഗവാൻ രഥമൊക്കെ തയ്യാറാക്കി. ഭഗവാൻ മാത്രമല്ല പോകുന്നത്, ബലരാമസ്വാമിയുടെ യാത്ര ചോദിക്കുകയാണ്. തൻ്റെ പത്നിമാരെയും കുട്ടികളെയും കൊണ്ട് വലിയ ഒരു പടകൾ തന്നെയാണ് പോയിരിക്കുന്നത്. 16,000 ഭാര്യമാരെയും കൊണ്ട് ഒരു യാത്ര പോവുക പറഞ്ഞാൽ എന്തൊരു യാത്രയായിരിക്കും അത്. സഹാത്മജ പതിമനു സുവ്രതായു, പതികളോടുകൂടിയിട്ട് യാത്ര ചെയ്തു എന്നാണ്.
ഏതായാലും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് ഭഗവാൻ നാരദമാഷയും ദൂതനെയൊക്കെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നമുക്ക് വിഷമിക്കേണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും പരിഹാരം കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പറഞ്ഞയച്ചു. അവിടെ ചെല്ലുമ്പോഴോ വളരെ ഗംഭീരമായ വാദ്യഘോഷങ്ങളോടെയാണ് ഇവരെയൊക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നതും ദോഭ്യാം പരിഷജ്ജരമാമല രമാമലാലയം മുകുന്ദഗാത്രം നിവതിർഹദാശവ ലേപേ പരം നിർവൃതിമശ്ലോചനോ ഹൃഷ്യസ്തനുർ വിസ്മതലോക വിഭ്രമാം. ആ ഭഗവാനെ കണ്ടതും ധർമ്മപുത്രൻ്റെ കണ്ണിൽ ധാരധാരയിട്ട് കണ്ണുനീര് വീണു. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം, സന്തോഷശ്രുക്കൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം ഏതൊരു ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ ഇത്രയും കാലം പാണ്ഡവരായിരിക്കുന്ന ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടത്, ഇപ്പോഴിതാ ഭഗവാൻ ഈ ഒരു നിമിഷവും ഞങ്ങൾ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് പിന്നീട് തമ്മാതുലേയം പരിരപ്യ നൽവതോ ഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രിയ യമോ കിരീടിച്ച സുഗുത്തമം മുദാം പ്രവൃദ്ധബാഷ്പാം പരിരേപിരേ അച്യുതം. ഭഗവാനെ ഭീമസേനൻ വന്ന് ആലിംഗനം ചെയ്യുന്നു. അർജുനൻ തൻ്റെ സുഹൃത്തിനെ കുറേ കാലമായി കാണുകയാണ്. ആ ആനന്ദം കൊണ്ട് അവരെല്ലാം ഭഗവാനെ ആലിംഗനം ചെയ്തു. ഭഗവാൻ അതിനുശേഷം പിന്നീട് അച്ഛൻ പെങ്ങളെ കാണാൻ പോകുന്നു. അതിനുശേഷം പിന്നീട് ഭഗവാൻ കുറേ കാലം അവിടെ താമസിച്ചു എന്നാണ്. അങ്ങനെ താമസിച്ചതിന് ശേഷം ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവമദാദ്രത പൂജയം നാവിതൽ കൃത്യം പ്രമോദോ ഭഗതോ നൃപ. അതിനുശേഷം പിന്നീട് ഭഗവാനെ അവർ ആദരവോടുകൂടി സ്വീകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ അവിടെ സുഖം നിവാസയാമാസ ധർമ്മരാജോധനാർദ്ധനം സസൈന്യം സാനുകാമത്യം സഭാര്യം ചനവന്നവം. അങ്ങനെ കുറേ കാലം ഭഗവാൻ ആ ധർമ്മരാജാവിൻ്റെ അവിടെ താമസിച്ചു. അങ്ങനെ താമസിച്ച് പിന്നീട് ഭഗവാൻ എന്തൊക്കെ ചെയ്തു? ആ സമയത്താണ് മയനെ കൊണ്ട് അവിടെ ഇതൊക്കെ പണിയുന്ന സമയങ്ങളൊക്കെ അപ്പോഴാണ്. അങ്ങനെ എനിക്ക് ഇവിടെ യാഗത്തിൻ്റെ തുടക്കമായി, അതായത് അശ്വമേധ യാഗം ചെയ്യണം. ഇവർക്ക് ഏറ്റവും കീർത്തി വരുത്തുന്ന ആ യാഗത്തിൻ്റെ തയ്യാറെടുപ്പായി. അതിനുവേണ്ടി എല്ലാവരെയും വിളിച്ചറിയിച്ചു. പിന്നീട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ദിഗ്വിജയം അതൊക്കെ ഉറപ്പിച്ചു എന്നാണ്. ക്രതുര അടുത്ത അധ്യായത്തിൽ 72-ാം അധ്യായത്തിൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനേ യക്ഷേ വിഭൂതി വിർഭവത തൽ സമ്പാദന പ്രഭൂ തൽപാതുകേ അവിരതം പരിതേ ചരന്തി ധ്യായന്ത്യഭദ്രനശനേ ശുചയോ ഗൃണന്തി പിന്ദന്തി തേ കമലനാഭപാപവർഗമാശാസതേ യദി തദ് ആശിഷ ഈശനാന്യേ തൽദേവദേവ ഭവതച്ചരണാരവിന്ദസേവാനുഭാവമിഹ പശ്യതു ലോകയേഷ യേ ത്വാം ഭജന്തി ന ഭജന്തി തവോ ഭയേഷാം നിഷ്ഠാമ്രതസ്യ വിഭോ കുരു സഞ്ചയാനം ന ബ്രഹ്മണ സ്വപരഭേദമതിസ്തവസ്യൽ സർവാത്മനഃ സ്വസ്തുകാനുഭൂതേ സംസേവതം സുരതരോരിവ തേ പ്രസാദം സേവാനുരൂപമുദയോ നിപര്യയോത്രം. ആ ധൃതരാഷ്ട്രൻ രാജസൂയ യാഗം ചെയ്യാൻ ആ ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും തനിക്ക് വേണമെന്ന് പറയുമ്പോൾ എനിക്കറിയാം ഭഗവാനെ, അങ്ങയുടെ ചരണാരവിന്ദത്തെ സേവിച്ചു കഴിഞ്ഞാൽ ഏത് അസാധ്യമായ കാര്യവും സാധ്യമാവുന്നുള്ളതിൽ സംശയമില്ല. ആരാണോ അത്ര പ്രേമത്തോടെ സമർപ്പണത്തോടെ ഭജിക്കുന്നത് അവരെ ഭഗവാൻ കൈവിടില്ല എന്ന് എനിക്കറിയാം. അവിടുന്നാണെങ്കിലോ അങ്ങക്ക് സ്വപരഭേദമതിസ്തവസ്യൽ സർവാത്മനഃസമദശ സ്വസുഖാനുഭൂതേ. തൻ്റെ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുന്ന, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന സമദർശിയായിരിക്കുന്ന ഭഗവാനെ, അങ്ങയ്ക്ക് വാസ്തവത്തിൽ ഞങ്ങളിൽ നിന്നും ഒന്നും വേണ്ട, എന്നാൽ ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നും പല കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും വേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താ ജ്യേഷ്ഠ അങ്ങനെയൊക്കെ പറയുന്നത്? സമ്യൽ വ്യവസ്ഥിതം രാജം ഭവദാശത്രുകർശനാം കല്യാണീയേന തേ കീർത്തിൽ ലോകാനനുഭവിഷ്യതി വിസജ്യ നിപതിൻ സർവാൻ കൃത്വാ ജഗദീവശേ സംവൃത്യ സർവസംഭാരൻ ആഹരസ്വ മഹാകൃതും. ഭഗവാൻ സമ്പത്തുണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജ്യേഷ്ഠൻ എന്താ എങ്ങനെയൊക്കെ വിഷമിക്കുന്നത്? ഭീമസേനനും അർജുനനൊക്കെ ഇല്ലേ, ഈ യാഗം ഗംഭീരമാവും, ഒന്നിനെ കൊണ്ട് പരിഭ്രമിക്കേണ്ട എന്നൊക്കെ ദേശന് വളരെ ധൈര്യമൊക്കെ പകർന്നു കൊടുത്ത് ആ യാഗത്തിന് വേണ്ടുന്ന സമ്പത്തൊക്കെ അവർ കണ്ടെത്തിക്കൊണ്ട് പിന്നീട് ദിഗ്വിജയത്തിന് ആളുകളെ ഏർപ്പാടാക്കുകയാണ്. ആരൊക്കെയാണ് പോകേണ്ടത്? സഹദേവനെ തെക്ക് ഭാഗത്തേക്ക് നിശ്ചയിച്ചു. അതിനുശേഷം പിന്നീട് നകുലനോട് പറഞ്ഞു പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകാൻ, അർജുനനോട് പറഞ്ഞു വടക്ക് ദിക്കിലേക്ക്, ഭീമനോട് പറഞ്ഞു കിഴക്ക് ദിക്കിലേക്ക് പോകാൻ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ദിക്കുകളിലൊക്കെ പോയിട്ട് അവരൊക്കെ വിജയിച്ചു വന്നു. സഹദേവം ദക്ഷിണസ്യാമതിശൽ സഹ സഞ്ജയേ ഋഷിപ്രതീജ്യം നകുലം മുദീച്യം സവ്യസാചിനം പ്രാച്യം മൃഗോദരം മത്സ്യേ കേകയേ സഹമദ്രകേ. അവരൊക്കെ അവിടെ ചെന്ന് ആ ദിക്കുകളിലൊക്കെ ചെന്ന് വിജയിച്ചു വന്ന് ഇനി ഒരാളെ ജയിക്കണം. ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗതരാസ്ത്രയ
ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യഥാ. ബൃഹദ്രഥസുതനായിരിക്കുന്ന ആരാണ്? ജരാസന്ധനെ തോൽപ്പിക്കേണ്ടതുണ്ട്. തോറ്റിട്ടില്ല അവൻ. അതുകൊണ്ട് ഇവർ 3 പേരും ബ്രഹ്മലിംഗധര, 3 പേരും ബ്രാഹ്മണ വേഷം കെട്ടിക്കൊണ്ട് നല്ല ഉടുപ്പൊക്കെ കെട്ടി നല്ലവണ്ണം ഗംഭീരന്മാരെ ചന്ദനമൊക്കെ പൂശിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. തേ ഗത്വാദിത്യവേലായം ഗൃഹേഷു ഗൃഹമേദിനം ബ്രഹ്മണ്യം സമയാചേരൻ രാജന്യ ബ്രഹ്മലിംഗിന. രാജൻ വിദ്യതിഥീൻ പ്രാപ്താൻ അർത്തിനോ ദൂരമാഗതൻ തന്ന പ്രയച്ഛ ഭദ്രം തേ യദ്വയം കാമയാമഹേ. കിം ദുർമർഷം ദുക്ഷൂണം കിമകാര്യമസാധുഭി കിന്നതേയം വദാന്യാനം കപ്പരസമദർശിനം. എന്തിനാ ഭഗവാൻ ഇങ്ങനെ ബ്രാഹ്മണ വേഷം കെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജരാസന്ധന് ഒരു ദൗർബല്യമുണ്ട്. ക്ഷത്രിയന്മാരായിട്ടാണ് ആരെങ്കിലും തന്നെ കാണാൻ വന്നതെങ്കിൽ ഐഡൻറ്റി കാർഡ് വേണം, എല്ലാ കുന്തവും വേണം, കയറ്റി വിടില്ല. എന്നാൽ ബ്രാഹ്മണരാണെങ്കിലോ അവരുടെ വേഷം തന്നെയാണ് അവരുടെ ഐഡൻറ്റി കാർഡ്. അവർക്ക് നേരെ ഗേറ്റ് കിടന്നിട്ട് വരാം. വാച്ച്മാൻമാരോട് പറഞ്ഞിട്ട് സല്യൂട്ട് ചെയ്ത് വിട്ടോളാൻ. എന്നാൽ മറ്റവരൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങോട്ട് അകത്തുകയുള്ളൂ. അപ്പോൾ ബ്രാഹ്മണ വേഷം കെട്ടിക്കഴിഞ്ഞാൽ വാച്ച്മാൻമാരൊന്നും തടഞ്ഞു നിർത്തില്ല എന്ന് നേരെ ഇപ്പോൾ അതൊരു ദൗർബല്യമാണ്. രണ്ടാമത്തത്, ബ്രാഹ്മണർക്ക് വേണ്ടി എന്ത് ദാനവും ചെയ്യാൻ തയ്യാറായിരുന്നു, തൻ്റെ ആയുസ് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നു ജരാസന്ധൻ എന്ന് പറയാം. ഇത് മുതലെടുത്തു ഭഗവാൻ. അങ്ങനെ അവരവിടുന്ന് ചെന്നു. എന്നിട്ട് നേരെ ചെന്നിട്ട് പറഞ്ഞു, എന്താ അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾക്ക് അസാധ്യമായിട്ടുള്ളത്, ഞങ്ങൾ വളരെ ദൂരേന്ന് വരികയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഈ ജരാസന്ധൻ കൃഷ്ണൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ നല്ല ലക്ഷണം, എവിടെയൊക്കെയോ കണ്ട ലക്ഷണം. കാരണം 17 വട്ടം മുഖാമുഖം കണ്ടവരാണേ. എവിടെ ഈ ആളെ കണ്ടിരിക്കുന്നത്, ഏത് ബ്രാഹ്മണനാണ്? ഭീമസേനെ കണ്ടിട്ട് ഒട്ടും മനസ്സിലാവില്ലേ ബ്രാഹ്മണനാണെന്ന്. അത്ര സൈസാണല്ലേ അയാൾ. കൈയൊക്കെ മസിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഊണ് കഴിച്ച മസിലല്ലതെന്ന്. കാരണം നല്ല തഴമ്പിച്ച് നല്ല ശക്തിയുള്ള കരങ്ങളാണ്. ഈ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇവരെ കണ്ടിട്ട്. എവിടുന്നാണ് അവർ വന്നിരിക്കുന്നത്? ഏതായാലും ഇനിയിപ്പം അത്രയൊന്നും അയാൾക്ക് സൂക്ഷ്മബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ചിന്തിച്ചു, ഒരു പക്ഷേ ഇവർ ആരായിരിക്കുന്നത്? സ്വരേരാകൃതി പിസ്താസ്തു പ്രഘോഷ്ടേജാഹിതൈരഭി. നിങ്ങളുടെ രൂപവും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ നിങ്ങൾ ബ്രാഹ്മണരാണ്. രാജന്യബന്ധുൻ വിജ്ഞായ ദൃഷ്ട്വാ പൂർവൻ അചിന്തയിൽ. ഈ കൃഷ്ണനെ ഞാൻ എവിടെയൊക്കെയോ കണ്ട ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും സാരമില്ല, ഇനി ഇവർ ബ്രാഹ്മണർ തന്നെ ആയിരിക്കാം. എന്തായാലും വേണ്ട. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എൻ്റെ പ്രാണനെപ്പോലും ഞാൻ നിങ്ങൾക്ക് തരും. ഇതി ജീവിത ബ്രാഹ്മണാർത്ഥായ കോന്വൃത്തക്ഷത്രബന്ധുനാം ദേഹേന പദമാനേന നേഹതാ വിപുലം യശ ഇതി ഉദാരമതിപ്രാഹ കൃഷ്ണാർജുന മൃഗോദരൻ. ഹേ വിപ്രാ പ്രിയതാം കാമോ ദദാമ്യാത്മശിരോഭിവാം. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ ശിരസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തന്നേക്കുന്ന. ബ്രാഹ്മണർക്ക് അങ്ങനെയൊക്കെ ഒരു മാഹാത്മ്യം അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ട്. ഉടനെ ഭഗവാൻ പറയാണ്, തരുമെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാണ്, എന്ത് ചോദിച്ചാലും തരാം. ഉടനെ ഭഗവാൻ തന്നെ ഇങ്ങോട്ട് തുടങ്ങി. യുദ്ധം ദേഹിനോ രാജേന്ദ്രദുന്ദശോ യതി മന്യസേ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യ നാന്നകാംക്ഷിനാം. യുദ്ധം ദേഹിനോ രാജേന്ദ്ര ന അന്നകാംക്ഷിനാം. സാധാരണ ബ്രാഹ്മണർക്ക് അന്നം മതി, ഞങ്ങൾ ഊണ് കഴിക്കാൻ വന്നവരല്ല. ഭക്ഷണവും അതുപോലെ തന്നെ ഒരു വസ്ത്രവും ദക്ഷിണയും മേടിക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധം ദേഹിനോ രാജേന്ദ്ര. അതും എങ്ങനെയുള്ള യുദ്ധം? ദ്വന്ദ്വശോ, ദ്വന്ദ്വയുദ്ധത്തിന് കാംക്ഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പം തന്നെ അയാൾക്ക് മനസ്സിലായി ബ്രാഹ്മണരല്ലാന്ന്. കാരണം ഗത പോലും പൊങ്ങാത്തവരാണ് ബ്രാഹ്മണർ. ഇവർക്ക് എന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ബ്രാഹ്മണരാവില്ലല്ലോ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാന്ന്? അപ്പം നേരത്തെ കരാറ് മുടക്കില്ലല്ലോ. എന്താ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ടാവണം. ഓ, ഞാൻ തരാമെന്ന്. ഈ തടിയനെ കണ്ടാൽ ബ്രാഹ്മണനാ തോന്നുന്നു. പിന്നെ ഇതാരാണ്? മൃഗോദരോ പാർത്ഥ. ഇവൻ പാണ്ഡവരിൽ വെച്ച് മൃഗോദരനാണ്, ഭീമസേനനാണ്. ഇനി അപ്പുറത്തുള്ളതോ, കുറച്ചൊരു തടി കുറഞ്ഞിരിക്കുന്നതോ? ഭ്രാതുർ അർജുനോ, ഇവൻ്റെ സഹോദരനായിരിക്കുന്ന അർജുനൻ. നമ്മൾ പിന്നെ പരിചയം ഉണ്ടാവാതിരിക്കില്ലല്ലോ. 17 വട്ടം മുഖാമുഖം കണ്ടതാണ്. അപ്പം ആരാണ്? മാതുലേയം കൃഷ്ണ, ഇവരുടെ അമ്മാവനായ കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അങ്ങേക്ക് അറിയാലോ നമ്മളാരാന്ന്? ജാനീതേ രിപും. നമ്മൾ തമ്മിൽ ശത്രുക്കളാണ്. കൃഷ്ണനാണ് ഒരൊറ്റ ആട്ട്. നീയാണോ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വന്നിരിക്കുന്നത്? ഭീരുവിനെ പോലെ ഓടിയവൻ. നിന്നോടൊന്നും ഞാൻ യുദ്ധം ചെയ്ത് എൻ്റെ വില കളയില്ല. അർജുനോട് പറഞ്ഞു, വെറുതെ എല്ലിൻ്റെ എണ്ണം കുറയ്ക്കണ്ട, പ്രായം കുറവാടാ, നീയൊക്കെ മാറി നിൽക്കുന്നു. ഭീമസേനോട് പറഞ്ഞു, നീയൊന്നും എനിക്ക് പോരാ, എന്നാലും എടുത്തുകൊണ്ട് പോകാം കഥാന്ന്. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങാൻ നിശ്ചയിച്ചു. ഏതിതോ രാജ ജഹാസോച്ചൈസ്മ മാധവ. പൊട്ടിച്ചിരിച്ചു അവൻ ഭഗവാൻ യുദ്ധത്തിന് വന്നു എന്ന് പറഞ്ഞപ്പം.
എന്നിട്ട് പറഞ്ഞു, നിന്നോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല. അതുകൊണ്ട് കാരണം മധുരാം സ്വപരിം തെക്ത്വാ സമുദ്രം ശരണം ഗത അയം ത്വയസാതുല്യോ നാതിസത്തോ നമേ സമാ അർജുനോ ന ഭവേല്യോദ്ധ ഭീമസ്തുല്യബലോ മമ ഇത്യുക്താ ഭീമസേനായ പ്രാദായ മഹതിം ഗദാം ദ്വിതീയം സ്വയമാദായ നിർജഗാമപുരൽബഹി. അങ്ങനെ ഭീമസേനെ തിരഞ്ഞെടുത്തപ്പോൾ ഭീമസേനന് ഭയങ്കരമായൊരു ഗർവ്. കൃഷ്ണനെ ഒഴിവാക്കി, അർജുനെ ഒഴിവാക്കി. ഞാനൊരു കേമനാണല്ലോ, എൻ്റെ അത്ര ശക്തി ഇവൻ്റെ അത്രയും ശക്തി എനിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്ര ശക്തി ഇവനുണ്ട് എന്നുള്ള തോന്നലാണല്ലോ, അതുകൊണ്ട് എനിക്കുള്ളൊരു കഴിവ് ഇവരൊന്ന് കാണട്ടെ എന്ന്. പിന്നെ അവിടെ കാണുന്നത് യുദ്ധമാണ്. തത ചടചടാ ശബ്ദോ. എന്താ ചടചടാ ശബ്ദം? ഇടിയുടെ ശബ്ദമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി തന്നെ. ചടചടാ ശബ്ദോ വജ്ര നിഷ്പേഷ സന്നിഭ ഗതയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവദന്ധിന. അങ്ങനെ ഓരോ ദിവസവും ആ ഒരു യുദ്ധം തുടങ്ങി. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു ഭീമസേനൻ, കൃഷ്ണ ചാവിട്ടു അവൻ നല്ല ഇടിയാണെന്ന്. ചില എല്ലുകളൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കണ്ട അത്രേ. ചൂർണം അഭൂവധൂവേത്യ, ചില എല്ലുകളൊക്കെ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നന്നായി, നാളെ തീരുമോ? ഓ നാളെ തീരുമെന്ന്. എവിടെ? നാളെ നോക്കുമ്പം അന്നും തീരുന്നില്ല. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും യുദ്ധം കഴിയുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം സന്ധ്യ വരെ യുദ്ധമുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി കാർഡ്സ് കളിക്കും, പിന്നെ ചൂത് കളിക്കും. അങ്ങനെയൊക്കെയാണ്. ശത്രു എന്നുള്ള ഭാവം ഒന്നും എപ്പോഴില്ല. ഈ ജരാസന്ധൻ്റെ വീട്ടുകാരെന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം, എരിവുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു വൈകുന്നേരം രാത്രിയെ മൂവ് പുരട്ടി കൊടുക്കും. എവിടെയൊക്കെ ഇടിച്ചിട്ട് വേദനയുള്ള എന്നുള്ള സ്ഥലത്തൊക്കെ. അന്ന് മൂവുണ്ടോ അറിയില്ല, അന്ന് വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഏതായാലും ഇതൊക്കെ പുരട്ടി കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ ഓരോ ദിവസം രാത്രിയിൽ ഭഗവാൻ ചോദിക്കും ജ്യേഷ്ഠനോട്, എന്താ ജ്യേഷ്ഠ വിശേഷം എന്ന്. ഏയ് കൃഷ്ണ നാളെ അവൻ തീരുന്നു. അപ്പം അത്രയും ഒരു ഗർവുണ്ടായിരുന്നു ആർക്ക്? കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി. എത്ര ദിവസമാണ് അത്ര യുദ്ധം ഉണ്ടായത്? ഈ ഒട്ടാകെ ഏവം തയോർ മഹാരാജ യുദ്ധതോ സപ്തവിംശതി, 27 ദിവസം യുദ്ധം ചെയ്തു എന്നാണ് ഈ ജരാസന്ധനായിട്ട്. 27ാമത്തെ ദിവസമായപ്പം ഒരു മൂളലും ഞരക്കൊക്കെ കേൾക്കണു. അപ്പോൾ ഭഗവാൻ ചെന്നു ജ്യേഷ്ഠൻ്റെ അടുത്ത്, കാലൊക്കെ നീര് വെച്ച് വണ്ണം വെച്ചിരിക്കുകയാണേ. ചോദിച്ചു എന്ത് പറ്റി ജ്യേഷ്ഠാന്ന്. ഞാൻ പറഞ്ഞില്ലേ എല്ല് പൊട്ടണു കൃഷ്ണ. അതെ, അത് അവൻ്റെ ആയിരുന്നില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നോക്ക് കൃഷ്ണ, മേലൊക്കെ വീങ്ങിയിരിക്കുകയാണേ, ആകെ അപകടത്തിലായിരിക്കുകയാണ്, ആകെ സങ്കടപ്പെട്ട് കരയാണ്. പിന്നെ ചില കഥകളൊക്കെ പറയും, നിങ്ങൾ കടന്നുറങ്ങിയിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ. എന്ത് കാര്യം? ഇവിടുന്ന് മെല്ലെ മതിലിയാടി രക്ഷപ്പെടാൻ. അല്ലെങ്കിൽ അവൻ പൊടിച്ച് സാമ്പാറാക്കുന്ന ആളേ. അവൻ ഭഗവാൻ പറഞ്ഞു, ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ലല്ലോ ഈ ഭീരുത്വം ഓട്ടമൊക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ ശവം കൊണ്ടുപോയിക്കോളൂ രാജസൂയത്തിനെന്ന്. ഇവൻ ശരിയാക്കി തരില്ലേ? അവൻ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ വിഷമിച്ചാലോ? പിന്നെ കൃഷ്ണ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അവനൊന്നും പറ്റുന്നില്ല, കല്ലിൻ്റെ മുകളിൽ ഇടിക്കുന്ന പോലെയാണ്. എനിക്കാണെങ്കിൽ എല്ലുകളൊക്കെ തകർന്ന് ആകെ ഫ്രാക്ചറായിരിക്കുകയാണ്, ആകെ തൊട്ടാ വേദന, എനിക്ക് ഗത തന്നെ പൊക്കാൻ പറ്റും തോന്നില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ വിഷമം തോന്നി. അല്ലെങ്കിലും ജ്യേഷ്ഠ അവനെ ഗത കൊണ്ട് കൊല്ലാൻ സാധ്യമല്ല. പിന്നെ കൃഷ്ണ പിന്നെ ഇങ്ങനെ കൊല്ലുക? കൈ കൊണ്ടോ? കേമയോ? പൊക്കാൻ തന്നെ പറ്റാത്ത സാധനം, കൈകൊണ്ടും കൊല്ലാൻ പറ്റില്ലേ ജ്യേഷ്ഠ? പിന്നെ എന്താ വഴി? അവൻ്റെ മരണത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട് എന്നാണ്. അതെന്താ കഥ? ഇവൻ്റെ അച്ഛൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. കുട്ടികളില്ലാതെ ഏറെ സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ കൊട്ടാരത്തിലേക്ക് ഒരു സന്യാസിവര്യൻ വന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ സന്യാസിമാർക്ക് ഈ പൂജകളൊക്കെ അറിയാം, കുട്ടികളുണ്ടാവാനുള്ള പൂജകൾ. ആ പൂജ ചെയ്തു കഴിഞ്ഞാൽ പായസം വരും. ഇന്നത്തെയും പായസം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. പായസം കഴിച്ചാൽ അത് ആണുങ്ങൾ കഴിച്ചാലും അപകടമാണ്. അത് നമ്മൾ 10ാമത്തെ സ്കന്ധത്തിൽ കഥ കണ്ടുവല്ലോ. ഏതായാലും പായസമൊക്കെ വരുത്തി ഏതെങ്കിലും ഒരു ഭാര്യ കഴിക്കണം. പക്ഷെ അവർ തമ്മിൽ വളരെ സ്നേഹമുള്ളവരായതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? 50-50 പായസം പകർത്തും. എന്തിനു പറയണു? പ്രസവ സമയം എടുത്തപ്പോൾ 2 പേരും ഒരു കുട്ടിയുടെ 50-50, തലയും പകുതി കാലും പകുതി എല്ലാം പകുതിയായിട്ടൊരു രൂപം. എന്തു ചെയ്യാൻ പറ്റും? ഈ മനുഷ്യരൂപ ഈ ശവത്തെ, പിണ്ടത്തെ, മാംസപിണ്ടത്തെ 2 പേരും എന്ത് ചെയ്തു? അത്രേ തോഴിമാരെ ഏൽപ്പിച്ച് കാട്ടിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. ഈ ജീവസ്വറ്റൊരു മാംസപിണ്ടായിരുന്നു അത്. അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു രാക്ഷസി, ജര എന്ന് പറയുന്ന രാക്ഷസി, അവളിത് കണ്ട് ആ മാംസപിണ്ടത്തെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഓടി വന്നപ്പോൾ അപ്പോഴാണ് കണ്ണിൽ 2 മാംസപിണ്ടം കാണുന്നത്. അപ്പോൾ അവൾക്കൊരു ഔത്സുക്യം വന്നു, ഇതിനെ 2നെ ഒന്ന് ചേർത്ത് വയ്ക്കണമെന്ന്. അങ്ങനെ ചേർത്ത് വെച്ചതും കുട്ടി കരയാൻ തുടങ്ങി. അവൾ മുലയെ കൂട്ടി. പക്ഷെ അവൾക്ക് തോന്നി ഈ കുട്ടിയെ ഞാനല്ല വളർത്തേണ്ടത്, രാജലക്ഷണങ്ങളുള്ള കുട്ടിയെ ഇതുകൊണ്ട് രാജാവിന് കൊടുത്തേക്കാണ്. അവൾക്കറിയാം രാജാവിന് കുട്ടികളില്ല. അങ്ങനെ ജരാസന്ധൻ്റെ പിതാവിന് ആ കുട്ടിയെ കൊണ്ട് കാഴ്ചവെച്ചു. രാജാവിന് വളരെ സന്തോഷമായി.
പത്നിമാരോട് പറഞ്ഞു, എടുക്കൂ ഈ കുട്ടിയെ. നമ്മുടെ കുട്ടിയോ പോയി. അപ്പോഴവർ തിരിച്ചറിഞ്ഞു, അവർ എറിഞ്ഞ മാംസപിണ്ഡമാണ് പുത്രരൂപത്തിൽ വന്നത്. കഥകളൊക്കെ അവർ പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് കുട്ടിയുടെ നിയോഗം ഇങ്ങനെയിരിക്കാമെന്ന്. അവരോടൊന്നും ദേഷ്യപ്പെട്ടില്ല. ഏതായാലും ഇവൾ ഈ പ്രവൃത്തി ചെയ്യുക കാരണം അവളോടുള്ള നന്ദി സൂചകമായി ഒരു പ്രവൃത്തി ചെയ്തതല്ലേ. അപ്പോൾ കുട്ടിക്ക് പേരിടുന്ന സമയത്ത് ജരാസന്ധൻ എന്ന് പേരിട്ടു. അപ്പം പേരിൽ തന്നെ വ്യക്തമാണ് ജരയാൽ സന്ധി ചെയ്യപ്പെട്ടവനാണ്. ഇത് കേട്ടതും ഭീമസേനൻ ചോദിച്ചു, അപ്പം ജ്യേഷ്ഠ എന്താ വേണ്ടത്? അപ്പം പറയാണ്, ഏത് ഭാഗമാണോ കൂട്ടിച്ചേർത്തത് അത് വേർതിരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം യുദ്ധത്തിനിറങ്ങി. ഭഗവാൻ ശരീരമൊക്കെ തലോടിയോടുകൂടി ഭീമസേനൻ്റെ വേദനകളൊക്കെ പോയി. പിന്നീട് ഭീമസേനൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി, ഭീമസേനൻ മറന്നു പോവാതിരിക്കാൻ ഒരു കമ്പെടുത്ത് രണ്ടായി കീറിയെന്നാണ്. സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോകദർശനാം ദർശയാമാസവിടഭം പാടയന്യവ സംശയ തൽവിജ്ഞായ മഹാസത്തോ ഭീമപ്രഹരതം വരാം ഗൃഹീത്വാ പാദയോ ശത്രും പാദയാമാസഭൂതലേ. ഒറ്റയടിക്ക് വീഴ്ത്തിക്കളഞ്ഞു ജരാസന്ധനെ. എന്നിട്ട് ഒരു കാല് ചവിട്ടി വെച്ച് മറ്റേ കാല് പിടിച്ചുകൊണ്ട് ഏകം പാദം പദക്രമ്യ ധോർഭ്യാമനുപ്രഗഹ്യസാം ഗുഗ്ധപാടയാവാസാം ശാഖാമിവ മഹാഗജ ഏകപാദോർവിഷണക്കടിപൃഷ്ടസ്തനം സനാം സഖേ ഏകഭൂകർണേ ശകലേ ദസ്യുപ്രജാം. ഇങ്ങനെ ഒരു കാലും അതുപോലെ തന്നെ ശരീരം മുഴുവൻ രണ്ടായി വേർതിരിച്ചു എന്നാണ്. ഇങ്ങനെയാണത്രേ ആരെ വധിക്കുന്നത്? ജരാസന്ധനെ. മഹാഭാരതത്തിൽ ഒന്നുകൂടി ഒരു ഭാഗങ്ങളുണ്ട്. ഇവൻ്റെ ശരീരം വീണ്ടും ഒട്ടിച്ചേരുമെന്നും പിന്നീട് ഭഗവാൻ വീണ്ടും ഒരിലയെടുത്ത് കമിഴ്ത്തിയും മലർത്തിയും കെടുന്നൊക്കെയുള്ള കഥയുണ്ട്. ഏതായാലും ഭാഗവതത്തിൽ ആ കഥകളിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. ഏതായാലും ആ സമയത്ത് ബക്കറ്റുമായിട്ട് ആര് കാത്തിരിക്കണോ? അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവർ അപ്പോഴേക്കും ഭയങ്കര കൊട്ടും വാദ്യവും ഇതൊക്കെ. അത് കഴിഞ്ഞ് അവൻ്റെ പുത്രനായിരിക്കുന്ന സഹദേവനെ ഭഗവാൻ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു. അതിനുശേഷം സഹദേവനെ കൊണ്ട് 20,000-ഓളം രാജാക്കന്മാർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ അങ്ങോട്ട് മുക്തരാക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ രാജശ്രീയിൽ അങ്ങേയറ്റം മനസ്സ് ലയിപ്പിച്ചുകൊണ്ട്, മനസ്സ് സമർപ്പിച്ചുകൊണ്ട് ഇത് തന്നെയാണ് ജീവിതമെന്ന് അഹങ്കരിച്ചും അങ്ങനെ അതിൽ മുഴുകിയും ജീവിച്ച രാജാക്കന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവം ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ആകെ വരണ്ട്, മലമൂത്രങ്ങൾ വിസർജിച്ചാൽ മര്യാദയ്ക്കത് കഴുകി വൃത്തിയാക്കാൻ പോലും പറ്റാതെ അത്ര ദുർഗന്ധത്തോടു കൂടിയിട്ടാണ് കടന്നു വരുന്നത് എന്നാണ് ഭാഗവതത്തിലെ വരികൾ. അടുത്ത അധ്യായത്തിൽ 73-ാം അധ്യായത്തിലൂടെ നമുക്ക് കാണാം. അയുധേ ത്വേ ശതാന്യഷ്ടോ ലീലയായുധി നിർജിതാം തേ നിർഗത ഗിരിദ്രോണ്യം മലിനാ മലവാസസ. അത്ര ദുർഗന്ധത്തോടു കൂടിയിട്ട് ആ രാജാക്കന്മാർ പുറത്തു വരുമ്പോൾ മൂക്കുപൊത്തിപ്പോയി എല്ലാവരും. എത്രയോ ശ്രീയുടെ ഉന്നതിയിൽ ജീവിച്ച ആളുകളുടെ അവസ്ഥയാണത്. പൂന്താനം പറയുന്നത് പോലെ 2-4 ദിനം കൊണ്ട് തണ്ടിലേറ്റുന്നതും അതുപോലെ തോളിൽ മാറാപ്പ് കയറ്റുന്നതെന്ന് പറഞ്ഞതുപോലെ ആ അവസ്ഥയിലേക്ക് എത്തി. ക്ഷുക്ഷാമ, വിശന്നുകൊണ്ട് വയറ കൊട്ടിയിരിക്കുന്നു. ശുഷ്കവദന, കവള കൊട്ടിപ്പോയിരിക്കുന്നു. സംരോധ പരികർശത, വെള്ളം കഴിക്കാതെ ശരീരം വരണ്ടിരിക്കുന്നു. ദശുസ്തേ ഘനശ്യാമം പീതകൗചേയവാസസം. എന്തായാലും ഒരു നിമിഷം കൊണ്ട് അവരവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്നുകൊണ്ട് അവരുടെ ശ്രദ്ധ മുഴുവൻ ഭഗവാനിലേക്ക് തിരിഞ്ഞു എന്നാണ്. പിന്നെ അവർ കാണുന്നത് ശ്രീവത്സാംഗം ചതുർബാഹം പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം സ്മരൻ മുഖരകുണ്ടലം പത്മഹസ്തം ഗദാ ശങ്കരദാംഗൈ ഉപകൽപിതം കിരീടഹാരകടക കടിസൂത്രാംഗദാധിതം. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ആ ഒരു പുഞ്ചിരിക്കുന്ന കവിൾത്തടവും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളും ഭഗവാന്റെ കണ്ണുകളും, കാരുണ്യം ചൊരിയുന്ന കണ്ണുകളും, ചതുർഭുജ രൂപവും വനമാലയും അതുപോലെ തന്നെ പീതാംബരവും ഇതെല്ലാം കണ്ട് അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും അവർ മറന്നുപോയി. ഒരു നിമിഷം അവരാ കൃഷ്ണ സന്ദർശനാഹ്ലാദം സംരോധനക്ലമാം പ്രശംസൂ ഹൃഷീകേശം ഗീർഭി പ്രാഞ്ചലയോ നൃപാം. എല്ലാവരും കൈകുപ്പി ആ കൃഷ്ണൻ്റെ നേരെ കൈകുപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് അവരുടെ ഉള്ളിൽ നിന്നും അവർ ജപിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന, പറയുന്ന, ഭഗവാന്റെ മുന്നിൽ കാണിക്കുന്ന അവരുടെ സമർപ്പണത്തിൻ്റെ ആ ഒരു ശ്ലോകങ്ങളാണ് ഇനി കാണിച്ചു വരുന്നത്. നമസ്തേ ദേവദേവേശാം പ്രപന്നാർത്തിഹരാവ്യയാം പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണൻ ഘോരസംസദേ നൈനം നാദാം നന്നസൂയാമോ മാഘതം മധുസൂദനാം
അനുഗ്രഹോ യദ്ഭവതോ രാജ്ഞാം രാജച്യുതിർവിഭോ രാജൈശ്വര്യമതോന്നദ്ധോ നശ്രേയോ വിന്ധതേ നൃപാം ത്വന്മായ മോഹിതോ നിത്യാം മന്യതേ സമ്പദോ ജല മൃഗതൃഷ്ണാമിതാപാലാം മന്യന്ത ഉദകാശയം ഏവം വൈകാരികം മായാം അയുക്ത വസ്തുചക്ഷതേ നമസ്തേ ദേവദേവേശാം പ്രപന്നാഹരേ പ്രപന്നാർത്തിഹര അവ്യയാം. ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്ന ഭഗവാനെ, സകല ഇന്ദ്രിയങ്ങളാകുന്ന ദേവന്മാരിലൂടെ പ്രകാശിക്കുന്ന ഭഗവാനെ, പ്രപന്നൻ പാഹിന കൃഷ്ണം, ഞങ്ങളങ്ങേ ശരണം പ്രാപിക്കുകയാണ്. ഘോരസംസുതൻ, ഈ സംസാരത്തിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട്, ഈ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും ഉയരാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങേ ശരണം പ്രാപിക്കുകയാണ്. ഭഗവാനെ, ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല മഗധയിലെ രാജാവ് ഞങ്ങളെ ജയിലിലടച്ചതിന്. നാഥ അന്നസൂയാമോ, ഞങ്ങൾക്ക് ദുഃഖമില്ല അതിൽ. കാരണം അനുഗ്രഹോ യദ്ഭവതോ, അതങ്ങയുടെ ഒരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. കാരണം രാജ്ഞാം രാജച്യുതിർവിഭോ, ഞങ്ങളെ എങ്ങാനും ഈ ജയിലിൽ അടച്ചില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ആ രാജൈശ്വര്യത്തിൻ്റെ ഉന്മത്തിയിൽ അങ്ങനെ ഇങ്ങോട്ട് മനസ്സ് മുഴുകിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മാഹാത്മ്യം ഒരിക്കലും മനസ്സിലാക്കില്ലായിരുന്നു. ഈ ഒരു അടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതല്ല സത്യം, സത്യമായിരിക്കുന്നത് കൂടെയുള്ള ഭഗവാനാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി. അത് ബോധ്യമാക്കാൻ ഞങ്ങളെ സഹായിച്ച ഒരാളാണ് ജരാസന്ധൻ എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെയൊക്കെ നമ്മൾ ശാപങ്ങളായി കാണരുത്. ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെയൊക്കെ നമ്മൾ അനുഗ്രഹമായി കാണണം. കാരണം നാം ഏതിൽ മനസ്സ് അർപ്പിച്ചിരിക്കുന്നുണ്ടോ, ഏതിൽ മനസ്സ് സമർപ്പിച്ചിരിക്കുന്നുണ്ടോ, അതല്ല കൂടെയുള്ളത് എപ്പോഴും കൂടെയുള്ളത് ഭഗവാനാണെന്ന സത്യത്തിലേക്ക് നമ്മുടെ മനസ്സാകുന്ന കൈയെ, ഈ പ്രപഞ്ചത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കൈ അതിൽ നിന്ന് മാറ്റി ആരിലേക്ക് കൊണ്ടുവരണം? ഭഗവാനിലേക്ക് കൊണ്ടുവരണം. ചില കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വൃത്തികെട്ട സാധനം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടാൽ ആ കുട്ടി വിടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ എന്തു ചെയ്യും? വിവേകമുള്ള അമ്മയാണെങ്കിൽ വേറെ വല്ലതും കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ആ വൃത്തികെട്ട സാധനം അവൻ കളയും, അവൻ ഇതിലേക്ക് ആകർഷണം വരും. ഇതുപോലെ ജീവിതത്തിൽ വരുന്ന അടികളൊക്കെ നമുക്ക് ഒന്ന് വിട്ട് മറ്റൊന്ന് പിടിക്കാൻ, യാഥാർത്ഥ്യമല്ലാത്തതിനെ വിട്ട് യാഥാർത്ഥ്യമായതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ രാജൈശ്വര്യം അധുന്നത്തോ നശ്രേയോ വിന്ദതേ നൃപാം ത്വന്മായ മോഹിതോ അനിത്യ മന്യതേ സമ്പദോ അചലാം. ഞങ്ങൾക്കുള്ളൊരു അവിവേകം എന്തായിരുന്നു അറിയൂ ഭഗവാനെ? ഈ രാജൈശ്വര്യ മത്തന്മാരായിട്ട് നശ്രേയോ വിന്ദതേ, ശ്രേയസ് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ ജീവിച്ചു. ത്വന്മായ മോഹിതോ അനിത്യ മന്യതേ അചല, അനിത്യമായതിനെ നിത്യമായി കൂടെയുണ്ടാകുമെന്ന് ഞങ്ങളങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചു. പക്ഷെ ജരാസന്ധൻ ഞങ്ങൾക്ക് ബോധിപ്പിച്ചു തന്നു, ഇതൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന്. മൃഗതൃഷ്ണാം യഥാഭാല മന്യന്ത ഉദകാശയം ഏവം വൈകാര്യം മായ അയുക്താവസ്തു ചക്ഷതേ. ഏതുപോലെയാണത്രേ ഇത്? ഇല്ലാത്ത വെള്ളത്തിൻ്റെ പിന്നാലെ ഓടുന്ന പോലെ ആ തൃഷ്ണ. ഞങ്ങൾ അങ്ങനെയായിരുന്നു ഭഗവാനെ. വയം പുരാ ശ്രീമത നഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യ ഇതരേതരസ്പൃഥാം ഗന്ധപ്രജാസ്വ അതിനിർഘൃണാ പ്രഭോ മൃത്യുപുരസ്താ വിഗണയ്യ ദുർമദ അധോന്നരാജം മൃഗതൃഷ്ണിരൂപിതം തേഹേന ശശൽ പതതാരുജംഭുവാം ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ ചകർണരോധനം. ഈ രാജ്യം ഇത്രയും കാലം ഞങ്ങൾ കൊണ്ടു നടന്ന സമ്പത്തും സമൃദ്ധിയും ഭഗവാനെ ഞങ്ങൾക്ക് നല്ല ബോധ്യം വരുന്നുണ്ട്. അത് കേവലം മൃഗതൃഷ്ണ പോലെയാണ്, കൂടെയുണ്ട് എന്നുള്ളത് വെറും ഒരു തോന്നൽ മാത്രമാണ്. ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ദേഹേന ശശൽ പതതാം, ഈ ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നില്ല എന്ന് ബോധ്യം വന്നിരിക്കുന്നു ഞങ്ങൾക്ക്. ഇത് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എന്നാൽ ഈ ശരീരത്തിലിരിക്കും ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ. അങ്ങയിലേക്ക് മനസ്സുകൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തിനെന്ത് നേട്ടമുണ്ട്, മെച്ചമുണ്ട് ഭഗവാനെ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട്, അതങ്ങ് കൈവിടരുത്. ഭഗവാനോട് അവർ പറയുന്ന രണ്ട് അപേക്ഷകളാണ്. ത്വം ന സമാധിശോഭായം യേന തേ ചരണാബ്ജയോ സ്മൃതിര്യദാ ന വിരമിൽ
സംസരതാമിഹ സമാധിശോഭായം. ഞങ്ങളെന്ന് ഉപദേശിക്കൂ ഭഗവാനെ, ഞങ്ങൾക്കൊരു ഉപദേശം തരൂ. എന്തിനാണ് വേണ്ടത് ഉപദേശം? ചരണാബ്ജയോ സ്മൃതിരിയതാന്ന വിരമേൽ. അവിടുത്തെ പാതാരവിന്ദത്തിൽ നിന്നും ഇനി ഒരിക്കലും ഞങ്ങളുടെ മനസ്സ് വിട്ടുപോവാതിരിക്കാനുള്ള എന്തൊക്കെയാണ് വഴികളെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കാരണം ആ പാതാരവിന്ദത്തിൽ മനസ്സുറപ്പിക്കുന്നത് തന്നെയാണ് സംസരതാം, ഈ സംസാരത്തിൽ നിന്ന് വിരമം സംഭവിക്കാനുള്ളത്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അതുകൊണ്ട് ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ ഭഗവാനെ അവർ ഉച്ചത്തിൽ നാമസങ്കീർത്തനത്തിലൂടെ നമസ്കരിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പ്രണതക്ലേശനാശായ, എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ഏതൊരാളെ പ്രണമിച്ചാലാണോ പ്രണതക്ലേശനാശായ, എല്ലാ ക്ലേശങ്ങളെയും. ക്ലേശം എന്ന് പറഞ്ഞാൽ 3 എണ്ണാണത്രേ. ഏതൊക്കെയാണത്രേ ക്ലേശം? ആദ്യത്തെ ക്ലേശം എന്ന് പറയുന്നത് നാം ഭഗവാനെ ഓർക്കാത്തതാണ് ക്ലേശം. അതിനെ പറയും അവിദ്യ എന്ന് പറയും. ഓർക്കാത്തത്, നമ്മൾ ഭഗവാനെ ഓർക്കാതെ ജീവിക്കുന്നവർക്കൊക്കെ ക്ലേശമാണുള്ളത്. ആ ഓർക്കാതെ ജീവിക്കുന്ന ക്ലേശത്തിൽ നിന്ന് വരുന്നതാണ് പിന്നീട് ലോകത്തോടുള്ള ആകർഷണം. ലോകത്തോടുള്ള ആകർഷണം, ആ ആകർഷത്തിൽ നിന്നുണ്ടാവുന്നതാണ് സമർപ്പണം. എവിടെ നമ്മൾ സമർപ്പിക്കപ്പെടുന്നു? ലോകത്തിൽ സമർപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈശ്വരനെ മറക്കുന്നവർ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടും. ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ ലോകാനുഭവങ്ങളിൽ മനസ്സ് സമർപ്പിക്കപ്പെടും. പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനെ ഈ മനസ്സുകൊണ്ട് പ്രപന്നായ ഞങ്ങൾ സമർപ്പിക്കുന്നത് ഈ ലോകത്തിലല്ല, ഞങ്ങൾ സമർപ്പിക്കുന്നത് അവിടുത്തെ പാതാരവിന്ദത്തിലാണ്. പ്രപന്നായ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോ. ആരിലാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്? പരമാത്മനേ ഹരയേ വാസുദേവായ ഗോവിന്ദായ കൃഷ്ണായ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവായ പരമാത്മാവായ എല്ലാം ഹരിച്ചു കഴിഞ്ഞാൽ ആരാണോ ബാക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും ഹരിച്ചു മാറ്റാൻ ഏതൊരു പരമാത്മ ശക്തിക്കാണോ സാധിക്കുന്നത്? ഹരയേ, ഏതൊരു ഭഗവാനാണോ ഈ ശരീരത്തിൽ വസിക്കുന്ന വാസുദേവായ, ഈ ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്നത് ഏതൊരു ഭഗവാനാണോ? ഗോവിന്ദായ, ഏതൊരു ഭഗവാനാണോ അന്തരാത്മാവായ ഭഗവാൻ ഇന്ന് ഞങ്ങളുടെ മുന്നിൽ കൃഷ്ണരൂപത്തിൽ നിൽക്കുന്നത്, ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ അന്തരാത്മാവായി തന്നിരിക്കുന്ന ഭഗവാനെ അങ്ങയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഈ ഒരു ശ്ലോകം മനസ്സിലാക്കിയിട്ടാവണം ഭട്ടതിരിപ്പാട് നമ്രാണാം എന്ന ശ്ലോകം എഴുതിയിരിക്കുന്നത്. നമ്രാണാം സന്നിധത്തെ സതതമവിപുരസ്തൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനതസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപലപാരിജാതോ ഹരിത്വം ശുദ്ധം ദം ചക്രവാടി ദ്രുതമഭിലഷതി വ്യർത്ഥമത്തിവ്രജോയം. ആ ഭഗവാനെ നമ്മൾ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം ഒന്നൊന്നൊന്നായി അഴിഞ്ഞു പോകും. അത് നമ്മളെ കുട്ടിക്കാലത്തെ പരിശീലിച്ചു കഴിഞ്ഞാലോ ഈ ലോകം എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി തീരും. ഭഗവാൻ എന്ന് പറയുന്നത് ഇപ്പോൾ പലർക്കും നിസ്സാരമാണ്. ഈ ലോകം എന്ന് പറയുന്നത് പലർക്കും സാരമാണ്. എന്നാൽ നമ്മൾ ക്രമേണ ഇത് അഭ്യസിക്കും തോറും ഭഗവാൻ സാരവും ലോകം നമ്മുടെ മുന്നിൽ നിസ്സാരം. എന്തിനു നമ്മൾ ഇത്ര സീരിയസ് ആവണം? ടേക്ക് ഇറ്റ് ഈസി, വിട്ടേക്കോ. ഇതൊക്കെ നമുക്ക് പറയാൻ സ്വയം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ജീവിതത്തെ തുടങ്ങി വെക്കണം. നമ്മൾ ആരിൽ സമർപ്പിക്കണം? ലോകത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതം തുടങ്ങുന്നത്. പ്രപന്നായ, ആരിൽ സമർപ്പിക്കണം? ഭഗവാനെ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുന്നുണ്ടോ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്ലേശങ്ങൾ വരുന്നുണ്ടോ, ആ സമയത്ത് ഈ മന്ത്രം ഓർത്തു വയ്ക്കൂ. കൃഷ്ണായ
വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഒരാളുടെ മുന്നിലും സിമ്പതൈസ് ചെയ്യാൻ തലകുനിക്കരുത്. നമ്മുടെ വീക്ക്നെസ്സൊന്നും ഒരാളെയും മുതലെടുക്കാൻ സമ്മതിക്കരുത്. ഒരാളും ആശ്വസിപ്പിച്ചതുകൊണ്ട് നമ്മുടെ ദുഃഖം പോകാൻ പോകുന്നില്ല. നമുക്ക് തൽക്കാലത്തേക്കൊക്കെ ഒരു സമാധാനം കിട്ടിയെന്ന് വരാം. പക്ഷെ ചിലപ്പോൾ ഉണ്ടല്ലോ, ചിലരുടെ ഉപദേശം ആകെ അപകടത്തിലും ആവും. അതുകൊണ്ടായിരിക്കാം. ഒരിക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ ബുദ്ധമതത്തിൻ്റെ ഒരു വിഭാഗമുണ്ട്. അതിൽ അവരുടെ സമ്പ്രദായം, ഇത് ജൈനന്മാരുടെ ഇടയിലാണ് തോന്നുന്നു. അവരുടെ ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ കമ്മ്യൂണിറ്റിയിലെ ഗുരുവിനെ കൊണ്ടുവന്ന് ഉപദേശിപ്പിക്കുക അവർ. അങ്ങനെ ഒരു സമ്പ്രദായം. അങ്ങനെ വലിയൊരു കോടീശ്വരനായ ബിസിനസ്സുകാരൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ അവരുടെ പ്രധാന സ്വാമിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിനെ ആചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി. അദ്ദേഹത്തിൻ്റെ ചുറ്റും വീട്ടുകാരൊക്കെ ഇരുന്നു. മരിച്ചുപോയ ആ സ്ത്രീയുടെ മകൻ ബിസിനസ്സുകാരൻ അടുത്തിരുന്നു. അയാളുടെ കൈ പിടിച്ച് തൻ്റെ മുട്ടിൽ വെച്ചുകൊണ്ട് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, നിങ്ങളുടെ അമ്മ മരിച്ചു പോയത് നിങ്ങൾക്ക് തീരാത്തൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ അമ്മയുടെ ആ മനസ്സുണ്ടല്ലോ, അതൊരു വലിയൊരു മനസ്സായിരുന്നു. ആർക്കും എന്തും പങ്കുവയ്ക്കാൻ കൊടുക്കാനുള്ളൊരു മനസ്സ് അമ്മയിലിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാലല്ലോ എനിക്ക് പലപ്പോഴും അസൂയ തോന്നാറുണ്ട്. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിലെ ഒരു അമ്മ മാത്രമായിരുന്നില്ല. അമ്മ ഈ സമൂഹത്തിന് മുഴുവൻ അമ്മയായിട്ട്, ആര് വന്നാലും എന്തും പങ്കുവയ്ക്കുന്നൊരമ്മയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് പോലും എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം ഈ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെയും കൂടെ അമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ഉപദേശമൊക്കെ കൊടുത്ത്, അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്. അമ്മ കാണിച്ചു തന്ന സംസ്കാരത്തെ നമ്മൾ കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അമ്മയുടെ അന്തരാത്മാവ് സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ഉപദേശമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു. അവരൊക്കെ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടകാലം നോക്കണം. 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു. ചെറുപ്പക്കാരി, 19-35 വയസ്സ്, ക്യാൻസർ വന്ന് മരിച്ചപ്പം മഠത്തിൽ അറിയിച്ചു. അന്നാണെങ്കിൽ പ്രധാന സ്വാമികൾ എവിടെ പോയ സമയം. അപ്പോൾ ഈ ചടങ്ങുകൾ നടത്തണമല്ലോ. അപ്പോൾ ജൂനിയർ സ്വാമി പോകാൻ നിശ്ചയിച്ചു. അപ്പോൾ ഈ ജൂനിയർ സ്വാമി പണ്ടും പോയിട്ടുണ്ട്. അമ്മ മരിച്ച സമയത്ത് സീനിയർ സ്വാമിയുടെ കൂടെ ഇതുപോലെ ജൂനിയർ സ്വാമിയെ ഇരുത്തി അവർ പൂജിച്ചിരുത്തി. എല്ലാവരും ജൂനിയർ സ്വാമിയുടെ ചുറ്റും അങ്ങോട്ടിരുന്നു. ഇദ്ദേഹം പതിവ് പോലെ ഭർത്താവിൻ്റെ കൈകൾ തൻ്റെ കയ്യിൽ വെച്ച് മടിയിൽ വെച്ച് ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സത്യമാണ്, നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോണ്ടല്ലോ എന്തൊരു സ്നേഹവതിയായിരുന്നു. ആര് എന്തു വന്ന് ചോദിച്ചാലും അമ്മയെപ്പോലെ എടുത്തു കൊടുക്കുന്നൊരു സ്വഭാവം. ഇങ്ങനെയൊരു സ്നേഹസമ്പന്നയായിട്ടുള്ളൊരു ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അത്ര സ്നേഹമാണ് അവരുടെ ഹൃദയത്തിൽ. ഇത്ര സ്നേഹമുള്ളൊരു സ്ത്രീയെ ഞാനും കണ്ടിട്ടില്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലുള്ള ഈ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ഭാര്യയായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം കണ്ണിലേക്ക് നോക്കി ഈ ജൂനിയർ സ്വാമി എന്താ പറയാൻ പോണതെന്ന്. അതായത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മാത്രം ഭാര്യയായിരുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഇനി മതി ഉപദേശം, അമ്മയുടെ കാര്യമൊക്കെ, എൻ്റെ ഭാര്യ നാട്ടുകാരുടെ മുഴുവൻ ഭാര്യയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം മതി. എന്നിട്ട് അതും കൊണ്ട് നിർത്തിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കും കൂടെ തോന്നിയിരുന്നു ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ. കാരണം ഗുരു അങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഉപദേശങ്ങളുണ്ട് ലോകത്തിൽ പറയാണ്. അതുകൊണ്ട് നമ്മൾ ഉപദേശങ്ങളെ കൊണ്ടൊന്നും നമ്മുടെ പ്രശ്നങ്ങളെ ഒരാൾക്കും പരിഹരിക്കാൻ സാധ്യമല്ല. പിന്നെ ആർക്ക് പരിഹരിക്കാൻ സാധിക്കും? പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മൾ തന്നെ വേണം ക്ലേശിക്കുന്ന മനസ്സിനെ ആരിലേക്ക് സമർപ്പിക്കാൻ? അത് നമ്മൾ തന്നെ വേണം. അതാണ് ഭഗവാൻ ആവർത്തിക്കുന്നത്, ഉദ്ധരേത് ആത്മന ആത്മാനം. നമ്മൾ തന്നെ ഉയരണം, നമ്മൾ തന്നെ ഉണരണം, അല്ലേ? വേണ്ടേ? അതുകൊണ്ട് ഒരാളുടെ മുന്നിലും ഒന്നിനു വേണ്ടി കൈനീട്ടിക്കൊണ്ട് സഹതാപിക്കാനോ സഹതാപം ചോദിക്കാനോ ആശ്വാസം കണ്ടെത്താനോ ശ്രമിക്കരുത്. അങ്ങനെ പരിശീലിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും എന്നെ സമാധാനിപ്പിക്കാനും സാധ്യമല്ല, ഒരാൾക്കും എന്നെ വേദനിപ്പിക്കാനും സാധ്യമല്ല. അല്ല സ്വാമി, വേദനിപ്പിക്കാൻ പറ്റില്ലേ? വേദനിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് പറഞ്ഞോളണം, ഭഗവാന്റെ പ്രസാദം പ്രസാദം പ്രസാദം. അങ്ങനെ നമ്മൾ പറഞ്ഞ് പരിശീലിച്ചാലോ, ഒരാൾ ചീത്ത പറയുമ്പോഴും ഉള്ളിൽ പറയാം പ്രസാദം. അവരുടെ മുഖത്ത് നോക്കി പറയണ്ട, അവർ ചീത്ത വിളിക്കാമെന്ന് വിചാരിക്കും.
ഉള്ളിൽ പറഞ്ഞാൽ മതി, പ്രസാദം പ്രസാദം പ്രസാദം. ഇതിങ്ങനെ അനുഭവിക്കണമെന്ന് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതിനെ പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കണം. ഒരു പക്ഷേ നിങ്ങളെ ചീത്ത വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റമില്ലെങ്കിലുണ്ടല്ലോ അവർക്ക് അപകടത്തിലാവും. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഏകനാഥ് മഹാരാജ് എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലൊരു വലിയൊരു സന്യാസിവര്യനായിരുന്നു അദ്ദേഹം. സന്യാസി എന്ന് പറഞ്ഞാൽ വസ്ത്രം കൊണ്ടുള്ള സന്യാസം കൊണ്ടല്ല, ഗൃഹസ്ഥ ജീവിതത്തിലിരുന്നു കൊണ്ട് മനസ്സിനെ പരിപൂർണമായി ഭഗവാനിൽ സമർപ്പിച്ചൊരു സന്യാസിവര്യൻ. അപ്പം ഇദ്ദേഹം എന്തു വന്നാലും ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞ് പരിശീലിച്ച ആളാണ്. അപ്പോൾ ഇതൊന്നൊരു മാറ്റം വരുത്തണം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം വരുത്തണം. മുഖത്ത് ദേഷ്യം വരില്ല, ആരെന്ത് പറഞ്ഞാലും അപ്പോഴേക്കും അദ്ദേഹം പ്രസാദമാക്കി മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ എന്തിനു പറയുന്നു, ഇദ്ദേഹത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ നാട്ടിലെ ചില ആളുകളൊക്കെ നിശ്ചയിച്ചു. ഇദ്ദേഹം ഒരു പൗർണമി ദിവസം ഒരു പവിത്ര നദിയിൽ കുളിക്കാൻ പോവുകയാണ്, അവിടെ അടുത്തുള്ള. അങ്ങനെ കുളിച്ച് അദ്ദേഹം കയറി വരുന്ന സമയത്ത് മുഖത്തേക്ക് തുപ്പിയതാണ്. ഓരോ പ്രാവശ്യം തുപ്പുമ്പോഴും വീണ്ടും 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 ഇദ്ദേഹം കുളിക്കും. അത്രേ നടന്ന കഥയാണ് ഈ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ തുപ്പുന്ന ആൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ തുപ്പലില്ല അതി. കാരണം അത് എത്ര നേരം വെച്ചിട്ട് തുപ്പുക, അതിനുകൊണ്ടല്ലോ പ്രൊഡക്ഷൻ വേണ്ട, പെട്ടെന്ന് അത് സംഭവിക്കുന്നില്ല. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി വലിയ തെറ്റാണ് മഹാത്മാവിൻ്റെ അടുത്ത് ചെയ്തത്. എത്ര തുപ്പുമ്പോൾ പ്രസാദം പോയി കുളിക്കാൻ. അങ്ങനെ അദ്ദേഹം 101 പ്രാവശ്യം 100 പ്രാവശ്യം കുളിച്ചു എന്നാണ്. അപ്പോഴേക്കും ഇവരൊക്കെ കാൽക്കൽ വന്ന് മാപ്പ് പറഞ്ഞു, വലിയ അപരാധം ചെയ്ത് അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല, അവജ്ഞ കാണിക്കാൻ പാടില്ല, വലിയൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച് മാപ്പൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു തുപ്പും കൂടി തുപ്പണമെന്ന്. അതെന്തിനാവോ, എന്നാൽ എനിക്ക് 101 തയ്ക്കായിരുന്നു എന്ന് എണ്ണിക്കൊണ്ടാണ് ഇയാൾ കുളിച്ചിട്ട് വരുന്നത്. എന്നാൽ 101 പ്രാവശ്യം ഈ ദിവസം കുളിച്ചതിൻ്റെ ഒരു പുണ്യം നേടാൻ പറ്റുമെന്ന്. ആ ചിന്ത എളുപ്പമാണോ എല്ലാവർക്കും? നമ്മളെ നേരെ തുപ്പണ്ട, അങ്ങനെ കാണിച്ചാൽ മതി, അപ്പോഴേക്കും നമ്മൾ വീണു. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിശീലിച്ചെടുക്കണം. എന്ത് വരുമ്പോഴും ആരെന്ത് പറയുമ്പോഴും പ്രസാദം എന്ന് പറഞ്ഞങ്ങനെ ശീലിച്ച് പ്രസാദേ സർവദുഃഖാനം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസ്സോ ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസന്ന ചേതസ്സോ ആശു, ആരുടെ മനസ്സ് പ്രസന്നമാക്കി വെക്കുന്നു ആ മനസ്സ് വേഗം ആരിലേക്ക് തിരിയും? ഭഗവാനിലേക്ക് തിരിയും. അസ്വസ്ഥമായ മനസ്സിന് ഭഗവാനിലേക്ക് തിരിയാൻ പറ്റില്ല. ഏത് മനസ്സിനെ പറ്റുള്ളൂ? ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, എങ്ങനെയുള്ള മനസ്സിനെ ഭഗവാനിലേക്ക് തിരിയാൻ പറ്റുള്ളൂ, ചേരാൻ പറ്റുള്ളൂ? സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരഥ. എങ്ങനെയുള്ള മനസ്സ്? ആ സമബുദ്ധി. അത് നമ്മളിങ്ങനെ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും ആർക്ക് പരിഹാരം കണ്ടെത്താം? അടുത്ത വീട്ടുകാർക്കോ? ആർക്ക് പരിഹാരം കണ്ടെത്താം? അവനവന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ നല്ലവണ്ണം ഉൾക്കൊള്ളൂ. ഈ ശ്ലോകം ബൈഹാർട്ട് പഠിക്കൂ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പരമാത്മനെ എന്നുള്ള പ്രയോഗത്തിലൂടെ തന്നെ ഉറപ്പുവരുത്തുകയാണ്